ഹലോ എൻ്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലേക്ക് ഈ വർഷം എത്താൻ പോകുന്ന കുട്ടികളെ, നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോവാണ് അല്ലേ? എല്ലാ സബ്ജക്റ്റിലെയും അല്ലേ ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെ മാറിയിട്ട് പുതിയ ചാപ്റ്റേഴ്സ് വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആശങ്കകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. നമ്മളെ കാത്ത് ഒരുപാട് അപകടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട്. അതൊക്കെ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയ സന്ദർഭത്തിൽ നമുക്കിപ്പോൾ വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തു നിൽക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ നമ്മുടെ SCERTന്റെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾ അത് സൈറ്റ് പോയിട്ട് തപ്പി കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സൈറ്റ് കറക്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ചാപ്റ്ററുകളെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ആ ലിങ്കിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സും ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ നോക്കുക. ഓരോ സബ്ജക്റ്റുകളും എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ച ചാപ്റ്റേഴ്സ് അതിൽ വരുന്നുണ്ടോ, അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർഷം പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു വലിയ സഹായമായിരിക്കും അത്. ഓക്കെ, അപ്പോൾ വെക്കേഷൻ ആണെന്ന് വിചാരിച്ച് മക്കൾ എന്ത് ചെയ്യേണ്ട, വെറുതെ കളിച്ച് മാത്രം നടക്കണ്ട. നമ്മൾ സ്വല്പം സീരിയസോട് കൂടി തന്നെ പഠനം ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട് തന്നെ പറയാനുള്ള കാരണം പുതിയ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഓരോ സബ്ജക്റ്റിന്റെയും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഓവർകം ചെയ്ത് അടിപൊളിയായിട്ട് ഫുൾ A+ മേടിക്കുക എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.